അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്ന് ഇങ്ങനെ ഒരു കാറ്റാണ് കേട്ടോ. നമുക്ക് വല്ലാത്തൊരു പൂതി, അട്ടിപ്പാത്രത്തിലൊന്ന് ചോറ് വെച്ചണം എന്നില്ല കേട്ടോ. പൂതി ഇപ്പം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചിട്ട് കാര്യമല്ലല്ലോ, നമുക്കിപ്പോൾ അത് നടത്തിയെടുക്കുക തന്നെ വേണം. അപ്പോൾ കുറച്ച് കൂട്ടാനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഏതായാലും നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളി. പിന്നെ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഏതായാലും നമ്മളിന്ന് എന്താട്ടി മസാല ദോശ തന്നെ ആയിക്കോട്ടെ എഴുതി. ഇന്നാൾ മസാല ദോശ ചുട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ചട്ടിക്ക് പിരാന്ത് പിടിച്ചിട്ട് നമ്മളെ ചട്ടിയിൽ നിന്ന് ഇട്ടാഞ്ഞത്. ഇന്നിപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ഇന്നലെ മുട്ടയൊക്കെ പൊട്ടിച്ചിക്കാണ്ട് പാർന്നുകാണ്ട് അതിമ്മ ചുട്ടീനിയല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് അപ്പൊക്കെ പോരുന്നില്ല വിശ്വാസത്തിലാണ് നമ്മളെ മസാല ദോശ ചൂടാൻ ഒരുങ്ങിയത് കേട്ടോ. അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് നമ്മൾ പൊടിയിട്ടു പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മസാല എങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആദ്യം വെളിച്ചെണ്ണ അറിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് വല്ലുള്ളി ഇട്ടുകാണ്ട് വാടിയിട്ട് കേങ്ങ് ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കരിയേപ്പും മല്ലിച്ചേപ്പും ഇട്ട് കുറച്ച് വെള്ളവും പാർന്നിട്ടാണ് തീമക്കുക. അതുതന്നെയാണ് മസാല കേട്ടോ. ഇന്ന് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അതാക്കണ നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം നരച്ച് കണ്ട് പൊന്തിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മാവ് നന്നാവോ ഇല്ലയാവോ എന്നൊക്കെ. ഇതാക്കണ് ഗ്ലാസ്സൊക്കെ അങ്ങനെ കുത്തി വെച്ചോണ്ട് മാവൊക്കെ നല്ലോണം നരഞ്ഞ് പൊന്തി ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. ഇനി മാവൊക്കെ അരച്ച് വെച്ചാൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ട്, അതിൽ കുത്തി വെച്ചോളണ്ടി. അപ്പം തന്നെ ചൂടാൻ നല്ല അടിപൊളിയായിട്ട് ചൂടും ചെയ്യിച്ചാൽ മാവൊക്കെ ഏതായാലും ഉസാറായി വന്നിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കണ്ടാൽ തന്നെ അറിയങ്ങൾക്ക് മാവ് നല്ലോണം നരഞ്ഞിക്കണേന്നില്ല ഇല്ലേ. അപ്പം ഞാൻ കുറച്ച് നേരം വെക്കിക്കാണ്ടാണ് ഇനി അരച്ചീനിയത്. പിന്നെ അരച്ച് വെച്ചീനിയത് നമ്മൾ ചോറൊക്കെ വെന്ത് വെച്ചീനിയ അടുപ്പിൻ്റെ ഒരു ചൂടും ഉണ്ടാവില്ലേ, അയിമലാണ് വെച്ചീനിയത് കേട്ടോ. അന്തിക്കാണ് അരച്ചത്. 6 മണി ആയിക്കണ് നമ്മൾ അരി അരച്ചപ്പം. പിന്നെ നമ്മളെ മസാലക്കില്ല കേങ്ങൊക്കെ ഒന്ന് വെന്തും ചെയ്ത്. അപ്പം ഞാൻ എന്താട്ടി ഇഞ്ചി അടുത്ത് കുറച്ച് ഇറച്ചി മസാല ഉണ്ടായിനി, അതാണ് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ നല്ല രസം ഉണ്ടായിനി കേട്ടോ മക്കളെ. നമ്മളെ ഈ മസാല ഒരു വെറൈറ്റി ആവും ചെയ്യുമല്ലോ. അങ്ങനെ അതാക്കണ് നമ്മൾ വിറകും എടുത്തോണ്ടരാൻ മറന്നുകൊണ്ട് തന്നെ പെരും മൈയാണ്. അപ്പോൾ എടുക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിന്ന് ചട്ടി നമ്മളെ ഗ്യാസുമ്മക്ക് ആക്കിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ അപ്പം നല്ല അടിപൊളിയായിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചുറ്റിച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് ഇനി അതാണ് വെന്തിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാക്കണ് നമ്മളെ ഇത് വെന്തിക്കണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് വരൽ തുടങ്ങിയിരിക്കണം കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മളെ മസാല ഇമ്മ തേച്ച് കൊടുക്കാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. അപ്പം ഇനി മക്കൾക്കൊക്കെ നല്ല തീർപ്പ് തീക്കാരെന്ന് രാവിലെ ഇന്നലത്തെ തന്നെ പറഞ്ഞിരിക്കണ് മസാല ദോശ എന്ന് പറഞ്ഞപ്പോൾ ഓർക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം ഇന്നാൾ ചുട്ടിട്ട് നമ്മളെ ചട്ടിക്ക് പിരാന്തല്ലേ ഇനിയോ, ചട്ടിയിൽ നിന്നാണ് ഞാൻ പോരൂലാന്നൊരു വാസി നമ്മളെ ചട്ടിക്ക്. ഇന്നിപ്പോൾ ഏതായാലും നമ്മളെ ചട്ടിക്ക് അങ്ങനെ ഒരു വാസിയൊന്നും ഇല്ലേനിട്ടോ മക്കളെ. മുട്ട പൊട്ടിച്ച് പറന്ന് അതിമ പൊരിച്ചുകൊണ്ടേക്കാരം നമ്മളെ ചട്ടിക്ക് നല്ല അനുസരണേനി കണ്ടില്ലേ. എന്താന്ന് മൂപ്പരൊരു അനുസരണമൊക്കെ നിങ്ങൾ എത്ര എളുപ്പമെന്നറിയോ. ഇന്ന് നല്ല കുട്ടിയാണ് നമ്മളെ ചട്ടി. അപ്പോൾ ഏതായാലും ഞാൻ ഇനി ചട്ടീന്നൊക്കെ ഇങ്ങനെ അപ്പം കിട്ടിയിട്ടില്ല വെച്ചെങ്കിൽ എന്താട്ടിക്കളണ്ടി ഒരു മുട്ടയാണ് പൊരിച്ചെടുത്തോളണ്ടി. അപ്പോൾ 2 കാര്യം. ചട്ടീന്ന് അപ്പം പോരും ചേച്ചും മുട്ട തിന്നും ചേച്ചാ, അതാണ് കാര്യം. ഏതായാലും ഞാൻ അപ്പം ചുട്ട് ആദ്യത്തെ ഒന്ന് നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് കൊണ്ടുപോയി കൊടുത്തിക്കണം കേട്ടോ. ഇത് 2ാമത്തതാണ്. ഇതും തന്നെ വാപ്പാക്കും മക്കൾക്കും ഇങ്ങനെ ചൂടോടുക്കെ തിന്നണം. അത് വല്ലാത്ത തീർപ്പതിയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ജീനും തന്നെ നീച്ച് നിൽക്കണം. ഓനും പറഞ്ഞ് ഇച്ച് ചൂടോടുക്ക അതിട്ടോ പറഞ്ഞു. അപ്പോൾ ഓനും തന്നെ ചൂടോടുക്ക ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി നമ്മളെ സനുവിനും മിന്നുട്ടിനെയും ഓലിയും വിളിച്ചിക്കണേ. എല്ലാവർക്കും തീർപ്പതി ഇങ്ങനെ ചൂടോടുക്ക തിന്നാനാണ്. അപ്പോൾ ഓലിക്ക് ഉണ്ടാക്കും മദ്രസക്ക് പോകുമ്പോഴത്തിന് ഞാൻ ചുട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞാൻ 2 ചുട്ടുകാണ്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞോല് പല്ല് വെച്ച് വരട്ടെ. അപ്പം ഇനി ഇപ്പോൾ കുറച്ച് ചട്ടിനി വേണമല്ലോ. അപ്പം ജീനു നീച്ച് കണ്ടായിരുന്നു മഞ്ഞയ്ക്ക് ചട്ടിനി ഉണ്ടോ ചോദിച്ചു. ചട്ടിനി ഉണ്ടാക്കണം, അല്ലെങ്കിൽ സാമ്പാർ വേണം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണമൊന്നുമില്ല. അപ്പം ഇനി ചട്ടിനി ആയിക്കോട്ടെ എഴുതി. അപ്പം ജീനു പറയാം നിങ്ങളെ വെള്ളം പോലത്തെ ചട്ടിനൊന്നും വേണ്ട കേട്ടോ, ഇതിലേക്ക് ആകുമ്പോൾ കുറച്ച് കുറുന്നനമാണ് കേട്ടോ എന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിപ്പം ഇനിയിപ്പോൾ പറഞ്ഞ് കേട്ടില്ല വേണ്ട. അങ്ങനെ ഏതായാലും ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ മക്കളെ ഒരൊറ്റ പൊടി ഒരു മുളക് എടുക്കാനില്ല, പച്ചമുളക്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എത്താപ്പോൾ കാട്ടുക, പീടിക്ക് പോകാനും ഒക്കെ നീച്ച് ഇതാക്കിയിട്ട് വേണ്ടേ. അപ്പം നമ്മൾ ഏതായാലും അയലോക്കത്ത് ചെന്ന് കണ്ടേ ചെറുതാത്ത എന്ത് പച്ചമുളക് എടുക്കാണ്ടോ.
അങ്ങനെ ഇതാക്കണ നമുക്ക് പച്ചവളം കിട്ടിക്കണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അവിടെ അല്ലെങ്കിൽ ഇവിടുന്നില്ലെങ്കിൽ അവിടുന്ന് വാങ്ങും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൂത്തച്ഛൻ്റെ കൂടെ എത്തുന്ന പോയിട്ട് വാങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയത് തിരിച്ചു കൊടുക്കൊന്നുമില്ല. പിന്നെ ഓലോടല്ലാത്തന്ന് നമ്മളോടും ചോദിച്ചും, അങ്ങനെയൊക്കെയാണ് കേട്ടോ കാട്ടിൽ. അങ്ങനെ തന്നെയല്ല മാണ്ടിയത്, ഒരുമ ഉണ്ടെങ്കിലും ഒലക്കുമ്പലും കിടക്കാന്നല്ലേ പറയല്. അപ്പം അങ്ങനെ ഏതായാലും ചെറുതാത്ത അന്ന് പച്ചവളം ഇട്ടുകാണ് ചട്ടിനി ഉണ്ടാക്കി. അങ്ങനെ സനൂട്ടൻ കുറച്ച് ചട്ടിനിയും പാർന്ന് കണ്ട് ഓനാണ് പോയിക്കണ് തിന്നാൻ. പിന്നെ രണ്ടാക്കും ചായയും പാർന്ന് കൊടുത്തിക്കണേ. അപ്പോൾ ഏതായാലും ഇന്ന് നല്ല തീർപ്പതി ആയിക്കണം കേട്ടോ. രണ്ടാക്കല്ല എല്ലാവർക്കും, പാപ്പാക്കും മക്കൾക്കൊക്കെ നല്ലോണം തീർപ്പതി ആയിക്കണേ. അപ്പം ഞാൻ എന്താട്ടി ഞാൻ വലിയൊരപ്പം ചുട്ടിക്കണേ. ഇച്ച് മസാലയൊന്നും വേണ്ട. എന്താണെന്നറിയാം, ഈ ഒരു ഒറ്റ അപ്പം മതി കേട്ടോ. 4 അപ്പം തിന്നണതിൻ്റെ പല അയക്കണേ. തിന്നുണ്ടല്ലോ ചട്ടിനിയും കൂട്ടി ഇങ്ങനെ തിന്നണം. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കാറ്റാണ്. കാരണം അല്ലെങ്കിൽ അടിച്ചലും തുടക്കലും പാത്രം പോലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ അടിച്ചാൽ നിൽക്കലേ. അപ്പം ഞാനും തന്നെ ഇന്ന് എന്താട്ടി, ഇന്നിപ്പോൾ ഞാനും തന്നെ ഇത് ചൂടോടൊക്കെ തിന്നണം. ഇതിങ്ങനെ ചൂടോടൊക്കെ അങ്ങനെ പൊട്ടിച്ച് തിന്നാനുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. അപ്പം ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൗസ് ഉണ്ടാവില്ല. അപ്പം എന്താട്ടി ഞാനും തന്നെ കുട്ടികളൊക്കെ ഒപ്പാണ് കുത്തിരുന്നാണ്ട് ഞാനും ചായ അടിച്ചു തുടങ്ങി. ചൂടും ചേച്ചും ചായ കുടിച്ചും ചേച്ചും അങ്ങനെയാണ് കേട്ടോ ഇതാക്കിയത്. അപ്പോൾ ഏതായാലും നമ്മളെ അടിപൊളിയായിട്ടില്ല മസാല ദോശയും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാക്കണ ചായയും തന്നെ പറന്ന് കുടിച്ചിട്ടോ. അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ നമ്മളെന്താട്ടി മക്കളൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് നമ്മൾ പാത്രം മോറാൻ നിൽക്കണം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അല്ലെങ്കിൽ പാത്രം മോറി കഴിഞ്ഞിട്ടാണ് ചായ അടിച്ചത്. അതേമാതിരി മിറ്റടിച്ചുപോലൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ അടിച്ചത്. ഇന്നിപ്പോൾ ഏതായാലും നമ്മളെ തൊള്ളിയും തന്നെ നടങ്ങി നിന്നില്ല മസാല ദോശ കണ്ടിട്ടേ എത്തിന്. അപ്പോൾ കുട്ടികളെ കുറ്റം പറയണത് തള്ളാരൻ എങ്ങനെയാകുമ്പോൾ പിന്നെ മക്കളെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെ ഏതായാലും ചായയുടെയൊക്കെ കഴിഞ്ഞ് പള്ള നിറച്ച് ചായ അടിച്ചിക്കാണ്ട് നമ്മൾ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിക്കണിട്ടെന്ന്. അങ്ങനെ ഇതാക്കണ് മിറ്റത്തൊക്കെ ഇപ്പം ഒന്ന് കുറച്ച് ചമ്മൽ കുറവാണ്. അപ്പോൾ ഏതായാലും ഇന്ന് മഴയും പെയ്ത് ഒന്ന് ചോർന്നും ചെയ്തിക്കണ്. രാവിലെ തന്നെ മഴ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വിറകെടുക്കാൻ പോകാൻ മടിച്ച് നിൽക്കുകയെന്നുള്ളത്. അങ്ങനെ ഏതായാലും നമ്മൾ എന്താട്ടി പിന്നെ മക്കളൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മൾ മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാൻ ഒരു മുട്ടയും പൊരിച്ചെടുത്തിക്കണം കേട്ടോ. ഒരു മുട്ട പൊരിച്ച് രണ്ടാക്കാണ്ട് മുറിച്ചാണ് കൊടുക്കും. അങ്ങനെ മതി, സ്കൂളിൽ കൂട്ടാണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ലാതെ പൊരിക്ക് പൊറുതേട് വേണ്ട കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ ഏതായാലും അതൊക്കെ ഞാൻ ഓല ബാഗ് കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ചോറ്റിനില്ല തണിയും തീമിട്ടിട്ടോ തിരിച്ചൊക്കെ കത്തിച്ച് കണ്ട് പിന്നെ ഞാൻ പോയി വിറകൊക്കെ എടുത്തു കൊടുന്ന് കത്തിച്ച്. പിന്നെ ഇപ്പം നമ്മളെ പൂതി ഉണ്ടല്ലോ നമ്മളെ അട്ടിപ്പാത്രത്തിൽ ചോറ് വെച്ചണം എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ചോറൊക്കെ തീമിട്ട് കാബേജും അരിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ 2 പയറുണ്ട്. നമ്മളെ മരത്തുമ്മന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മളെ പയറിൻ്റെ നമ്മളെ ആ വെള്ളരിക്കൻ്റെ അതിമ്മങ്ങനെ ഉണ്ടായിക്കണ ഒരു പയറിൻ്റെ ഒരു ഇത് അതിമ്മന്ന് 2 പയറും കിട്ടി. ഇനി പിന്നെ നമുക്ക് അരി ഞാൻ കേകി ഇട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് മുക്കി എടുക്കണം, അല്ലെങ്കിൽ എന്താണെന്നറിയാം അടുപ്പ് ഇങ്ങനെ ചിന്തികൊണ്ട് നോക്കും. അപ്പോൾ ഇതാക്കണേ നമ്മളെ ഗ്യാസ് മാങ്ങിയോടുത്ത് കൊടുക്കാനായിക്കണം കേട്ടോ മക്കളെ. കാരണം ഇങ്ങനെ ഇവിടെയൊക്കെ കത്തിച്ച് ഏതായാലും അവിടെയൊക്കെ ഒരു ഓട്ടയാൽ തുടങ്ങി തുരുമ്പിടിച്ച് കാണ്ടേ. അപ്പോൾ അത് കൊല്ലങ്ങളോളമായി ഇപ്പോൾ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം വരച്ചിങ്ങനെ കൊണ്ടിറക്കണോണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കണത് കേട്ടോ. കറി ആയിക്കൊണ്ട് എന്നാലും കമ്പിച്ചാണ്ടിലൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് വരക്കണുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ കേടുന്നത്. അപ്പോൾ കൊടുക്കാനും പൂതിയില്ല, അല്ലാത്തൊരു ഇല്ലേനും നമ്മളടുപ്പിന്. അപ്പോൾ ഏതായാലും പിന്നെ ഒക്കെ മോറി നല്ല കമ്പിച്ചാണ്ടിയൊക്കെ ഇട്ട് കണ്ട് വരച്ച് കഴിക്കണം കേട്ടോ. അതങ്ങോട്ട് കറ പിടിച്ചതായതുകൊണ്ടേ എത്ര വരച്ചിട്ടും പോകുകയല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളടുപ്പ് നല്ല ഉഷാറായിട്ട് കത്തും കേട്ടോ. അതുകൊണ്ട് പിന്നെ കൊടുക്കാൻ പൂതിയില്ല, കൊടുത്തുകാണ്ട് വാങ്ങാനൊന്നും പൂതിയില്ലേ. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറ് വെന്തിക്കണം. ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആ അടുപ്പത്ത് നമുക്ക് കാബേജ് വെക്കണം. അപ്പോൾ അതിനുള്ള ചട്ടി നമ്മൾ തീമ്മൽ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ ചട്ടിയും. അപ്പോൾ ആ കാബേജ് കജ്ജോളപ്പം ഇനി കാബേജ് തന്നെ ഇക്കാരം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി വേറെ തേയിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ കടുകും കരിയേപ്പൊക്കെ പൊട്ടിച്ചിക്കാണ്ട് നമ്മളെ കാബേജ് ഉപ്പേരി റെഡിയാക്കി എടുത്തിക്കണം കേട്ടോ. അതാക്കണം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിക്കണേ നമ്മളെ കാബേജ്. അപ്പോൾ ഞാനൊന്ന് വെന്തിക്കണോ നോക്കിയതാണ്, വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ചിക്കാണ്ട് മാങ്ങാം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് ചോറ്റും പാത്രത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് നമ്മളെ ഉള്ളിക്കൂട്ടാൻ.
അപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ബക്ക് ഉള്ളിക്കൂട്ടാനാണ് എത്താപ്പോൾ ബക്ക് ആരെ ഇപ്പോൾ ഈ ഉള്ളിക്കൂട്ടാനിൽ കൈവശം കൊടുത്തേന്ന് കൈവശം കൊടുത്തിട്ടൊന്നല്ല ഞങ്ങളെ ഞമ്മക്കും നമ്മളെ കുട്ടികൾക്കും മാപ്പിള കാക്കാക്കും വല്ലാത്ത ഇഷ്ടമാണ് ഈ ഉള്ളിക്കൂട്ടാൻ. ഈ ഉള്ളിക്കൂട്ടാൻ ഉണ്ടായാൽ പിന്നെ നമുക്കൊരു ചോറിൻ്റെ ആവശ്യമല്ല കേട്ടോ. അല്ല ചോറിൻ്റെ അല്ല, ഒരു ചാറിൻ്റെ ആവശ്യമല്ല. അതാ അപ്പോൾ പറഞ്ഞു വന്നത്, തെറ്റിപ്പോയതാട്ടോ. അപ്പോൾ പിന്നെ ഞാനതിക്കൊരു മുട്ടയും പൊരിച്ചിരിക്കുന്നു കേട്ടോ. നമ്മളെ ചോറും പാത്രത്തേക്ക് ഒരു മുട്ടയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മുട്ടയും പൊരിച്ചെടുത്തിക്കണ്. നമ്മളെ ഉള്ളി വാടിയപ്പോൾ ഞാനൊരു തക്കാളി ഇട്ടിക്കണ്. ഇനി അതൊക്കെ കടന്ന് അങ്ങനെ ഉണ്ട് വെന്ത് വരട്ടിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഉള്ളിക്കൂട്ടാൻ നമ്മൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഏതായാലും ഉള്ളിക്കൂട്ടാനും ചോറും അതേമാതിരി നമ്മളെ കാബേജും മുട്ടയും ഒക്കെ പൊരിച്ച് റെഡിയാക്കിക്കണം. ഇനി നമുക്ക് നമ്മളെ ചോറുണ്ടല്ലോ നല്ല ചൂടോടുക്കെ തന്നെ നമുക്ക് നമ്മൾ അട്ടിപ്പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ അട്ടിപ്പാത്രം കാണുന്ന മാതിരി ഒന്നല്ല ഇട്ടുണ്ടെങ്കിൽ നല്ലോണം ചോറുള്ളൂ. അപ്പോൾ അതാക്കണ നല്ല ചൂടുള്ള ചോറിട്ടിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് എന്താട്ടാ നമ്മളെ ഉള്ളിക്കൂട്ടാനും കാബേജ് ഉപ്പേരിയും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചോറിട്ടു നമ്മളെ ഉള്ളിക്കൂട്ടാനൊന്ന് ഇളക്കിയിട്ട് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ നീരുണ്ടല്ലോ ആ ചോറ്റക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് തിന്നുമ്പോൾ ഒരു രസം എന്താണെന്നറിയില്ല. പിന്നെ അപ്പോൾ നമ്മൾ സ്കൂൾക്ക് പോയെന്നൊന്നും ചോറൊന്നും ഇങ്ങനെ കൊണ്ടുപോകില്ല കേട്ടോ. നമ്മൾ ചോറ് കൊണ്ടുപോകല എപ്പോഴാണെന്നറിയോ, പാട്ടും കളി സ്കൂളിലുണ്ടാകുമ്പോൾ അന്നാണ് നമ്മൾ ചോറ് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ ചോറുണ്ടാകുമല്ലോ, ചെറുപയറും ചോറുണ്ടാവും. അത് നമ്മൾ സാബുങ്കാരൻ്റെ പീടിയിൽ നിന്നോ മറ്റേ കുട്ടനായരെ പീടിയിൽ നിന്നൊക്കെ ഒരു അച്ചാറും വാങ്ങിയിട്ട് അങ്ങനെ വേവിച്ചു ആ ചെറുപയറും ചോറൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ പീടിയക്കാരൻ സാജിൻ്റെ കൂടെ ഉണ്ടേനി വലിയൊരു അച്ചാർ ഉറുപ്പ്യൻ്റെ മാങ്ങ അച്ചാർ കയറാം. അത് ഒരു പൊളി ഉണ്ടാവില്ല, ഒരു പൊളി ഉണ്ടാവുള്ളൂ, ചെലിയിൽ ഒന്നായിട്ട് ഉണ്ടാവും ചേച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു തന്നത് കൊണ്ടുപോയിട്ടില്ലേനി എന്നാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കാബേജും ഇട്ട് മുട്ടയും തന്നെ അതിക്ക് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനെന്താട്ടി ഇനി നമ്മളെ പാത്രം മൂടി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടാണ് ഒരു വേവിച്ചൽ. അങ്ങനെ ഏതായാലും നമ്മൾ ചോറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മളെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, ആഹാ നമ്മളെ ചോറ് കണ്ടണ്യാളെ എന്താ അതിൻ്റെ ഒരു രസം എന്നറിയോ. ഇനി നമുക്ക് നമ്മളെ മുട്ടേൻ്റെ എടുത്തേക്കാം. അതേമാതിരി നമ്മളെ കാബേജും നമ്മളെ ഉള്ളിക്കൂട്ടാനും അത് എടുത്ത് വെക്കുക. അതിൻ്റെ ആ നീരൊക്കെ ഉണ്ടല്ലോ ആ ചോറ്റക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വെച്ചുമ്പോൾ എന്താ അതിൻ്റെ ഒരു രസം എന്നറിയോ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമ്മന്തിയും കൂടി മാണ്ടീനി. പിന്നെ ഇപ്പോൾ സമ്മന്തി ഞാൻ ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ അത് പോട്ടെ. ഇനിയിപ്പോൾ എല്ലാ കൂട്ടാനും കൊണ്ടാണ് ഒപ്പിച്ച ഇതന്നെ മതി ഞാളെ. എന്തോ ഒരു രസം എന്നറിയോ. കണ്ടോ കുഴച്ച് തിന്നണ കാണാൻ തന്നെ നല്ല രസം. നിങ്ങൾ കൊതി ഓടുന്നുണ്ടോ? ഇനിയിപ്പോൾ കൊതി ഓടിയിട്ടും കാര്യമല്ല കേട്ടോ, ഇന്നലെ വെച്ചാലേ. ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണേ. അങ്ങനെ അപ്പോൾ വീഡിയോ ഇടല് ഇന്നലത്തേത് ഇന്നും ഇടുക, ഇന്നത്തേത് നാളെ ഇടുക, അങ്ങനെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടല്. അപ്പോൾ അതാക്കണ് നമ്മളങ്ങനെ ചോറ് കാബേജും ഉള്ളിക്കൂട്ടാനൊക്കെ കൂട്ടി അങ്ങനെ വേവിച്ചണുണ്ട്. അപ്പം ഇനി എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒന്ന് തീർപ്പതി അയക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ചെങ്ങായിമാർക്കും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാക്കണം പുറത്ത് നല്ല മഴയും വെജിനുണ്ട്, നല്ല അട്ടിപ്പാത്രത്തിൽ നല്ല ചോറും വെച്ച് പള്ളയുണ്ടെന്ന് അറിഞ്ഞിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും നമ്മൾ അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.